മലപ്പുറം കുറ്റിപ്പുറത്ത് മയക്കുമരുന്ന് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ കത്തി വീശി അപായപ്പെടുത്താൻ നീക്കം. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗണേഷിനാണ് പരിക്കേറ്റത്. പ്രതി ഷാജഹാൻ അറസ്റ്റിലുമായി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു. സമീർ, യഥാർത്ഥത്തിൽ അയാൾ നടത്തിയത് ഒരു വധശ്രമം തന്നെയായിരുന്നോ? ഹഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൽമനം സ്വദേശിയായിരിക്കുന്ന സോനു എന്ന ഷാജഹാന്റെ വീട്ടിൽ ലഹരി ഉണ്ട് എന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കുറ്റിപ്പുറം എക്സൈസിലെ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അവിടെ എത്തിയത്. ആ സമയത്താണ് ഷാജഹാൻ വീടിന്റെ പിൻഭാഗത്തിലൂടെ ഓടിപ്പോവാൻ ശ്രമിച്ചത്. അങ്ങനെ ഷാജഹാനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ഗണേശനെ പരിക്കേറ്റിരിക്കുന്നത്. ഈ ഷാജഹാന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വീശി ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ഇതോടുകൂടി ഉദ്യോഗസ്ഥർ ഷാജഹാനെ ബലപ്രയോഗത്തോടു കൂടി പിടികൂടാൻ ശ്രമിക്കുകയുമായിരുന്നു. ആ സമയത്ത് താഴെ വീടും ഒക്കെയാണ് പരുക്കരുത് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന ഗണേശന്റെ വലത് കൈയിന്റെ ഭാഗത്താണ് പരുക്കുള്ളത്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പക്ഷേ ഷാജഹാനെ ഉദ്യോഗസ്ഥർ വീട്ടിലെ ഷാജഹാനെ പിടികൂടിയിട്ടുണ്ട്. 6.66 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല, ആക്രമിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കത്തിയും എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രദേശത്തെ വലിയ തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്ന ഒരാളാണ് ഈ ഷാജഹാൻ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ, കത്തി വീശി അപായപ്പെടുത്താനായിരുന്നു ശ്രമം. എക്സൈസ് ഉദ്യോഗസ്ഥന് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗണേഷിന് പരിക്കുണ്ട്. എന്തായാലും അയാൾ പിടിയിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.